ഇപ്പോൾ കൊച്ചി റൂറൽ എസ്.പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയത്തിൽ. ഇവർക്ക് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശിക്ഷ ഉണ്ടാവും. ശിക്ഷ കഴിഞ്ഞിട്ട് അത് നമ്മുടെ കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഒരു സ്ക്വാഡ് ഉണ്ട്, ഫോഴ്സസ് ഉണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട DGP സർ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഇത് മൈഗ്രൻസിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഏകദേശം 1.5 ലക്ഷം മൈഗ്രൻസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എല്ലാ പോലീസ് സ്റ്റേഷൻസും. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഞാൻ ഇവിടെ താമസം ചെയ്തിരുന്നു. ഡീറ്റെയിൽസ് പറയാൻ പറ്റിട്ടില്ല. ഇത് നമ്മുടെ എല്ലാ ഇന്റർണൽ സോഴ്സസ് ഉണ്ട്. പക്ഷേ ഇത് വളരെ നല്ല ഒരു ക്യാച്ചാണ്. ആധാർ ആക്ച്വലി ഫേക്ക് ആധാറാണ്. അതെല്ലാം ഫോട്ടോഷോപ്ഡ് ആണ്. അത് അവർക്ക് കുറിച്ച് ഏജന്റുമാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെസ്റ്റ് ബംഗാൾ. അത് നമ്മൾ വിശദമായി അന്വേഷിക്കും. ഇതിൽ ഈ മാസം തന്നെ നമ്മുടെ ജില്ലയിൽ ഏകദേശം 37 ബാംഗ്ലാദേശി നാഷണൽസ് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് മീൻസ് ദേ നോ ഈച്ച് അതർ. റിലേറ്റീവ്സ് പറയാൻ പറ്റിട്ടില്ല. നേരിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 2 പേർ ബ്രദേഴ്സ് ആയിരുന്നു. അത് അവസാനം വരെ അവർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യങ്ങൾ പുറത്ത് വന്നു. അത് നമുക്ക് നോക്കണം. അത് എവിടെ കേരളയിൽ ഏജന്റ് ആയിരുന്നു അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആയിരുന്നു, ബാംഗ്ലൂർ ആയിരുന്നു, അതെല്ലാം നമുക്ക് നോക്കേണ്ടി വരും. ഒറ്റയ്ക്ക് വരും. അത് ടേൺ ബൈ ടേൺ. കാരണം അവരെല്ലാം എന്താ പറഞ്ഞു, എല്ലാവരും കേരളയിലേക്ക് വരാനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. കാരണം അവിടെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു അവിടെ ബാംഗ്ലാദേശിൽ 300 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. കേരളയിലേക്ക് വരാണെങ്കിൽ അവർക്ക് മിനിമം 1000 രൂപ പെർ ഡേ കിട്ടും. പിന്നെ ഇത് ഫൈനാൻഷ്യൽ വളരെ ഗെയിൻ ആവും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കുന്നുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രഥമ ദൃഷ്ട്യ നമ്മുടെ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഒരു 2 ഏജൻറ്റ്സ് അവിടെ വെസ്റ്റ് ബംഗാളിൽ ബാംഗ്ലൂരിൽ അവർ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു മലയാളി അല്ലെങ്കിൽ കേരളത്തിലെ ആരെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നെ നമ്മൾ ഈ കേസിൽ ഇൻക്ലൂഡ് ചെയ്യും. എല്ലാ പുരുഷന്മാരും അതെല്ലാം നടത്തുന്നുണ്ടോ വിശദമായി അതെല്ലാം മുഴുവൻ നമ്മുടെ ജില്ലയിൽ എല്ലാ ഇതുപോലെയുള്ള ഓർഗനൈസ്ഡ് ക്രൈം കേസിൽ വളരെ ശക്തമായി ഡ്രൈവ് നടത്തുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട DGP സർ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങൾ മാർഗദർശനം കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശദമായ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ട് ഓർഗനൈസ്ഡ് ക്രൈം. തീർച്ചയായിട്ടും നമ്മുടെ സ്ട്രാറ്റജി എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ബാംഗ്ലാദേശി നാഷണൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിശദമായ ചോദ്യം ചെയ്യണം. ഇൻട്രോഗേഷൻ്റെ ഒരു വളരെ ഒബ്ജക്റ്റീവുള്ള രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം നമുക്ക് കുറച്ച് ഫർദർ ക്ലൂസ് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഇപ്പോൾ ഈ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. കാരണം ഇഷ്ടംപോൽ ബാംഗ്ലാദേശികൾ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാറുണ്ട്. സോ ഇത് ഒരു വലിയ ഒരു ടാസ്ക് ആണോ പക്ഷേ വളരെ ശക്തമായ രീതിയിൽ പോലീസിങ് നടത്തുന്നുണ്ട്. ഓൾറെഡി ആൾ കസ്റ്റഡിയിലുണ്ടോ, ഇൻട്രോഗേഷൻ ബാക്കിയെല്ലാം സയൻറ്റിഫിക് രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഈ 2 പേർ. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കുണ്ടായി. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോണിറ്റർ ചെയ്യണമെന്ന് ഇതുവരെ അവർക്ക് എല്ലാവരും ജയിലിലായിരിക്കും. അത് എല്ലാം വിൽ ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് ദ കറക്റ്റ് കോമ്പറ്റന്റ് അതോറിറ്റീസ്. ബംഗ്ലാദേശികൾ പിടിയിലായ സംഭവം കൊച്ചിയിൽ അനധികൃതമായി ജോലി ചെയ്തു വരികയായിരുന്നു ബംഗ്ലാദേശികൾ എന്ന് മനസ്സിലാകുന്നു. റൂറൽ SP മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു. പരസ്പരം അറിയുന്നവരാണ് ഈ പിടിയിലായിരിക്കുന്നത്. ഏജന്റുമാരാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്നത്, അതായത് തൊഴിലിടത്തിൽ ഇവർ കാണിച്ചിരുന്നത് വ്യാജ ആധാർ ആയിരുന്നു. ഈ ഏജന്റുമാരെക്കുറിച്ചും ഇവരെങ്ങനെയാണ് കേരളത്തിലെത്തിയത്, ആരാണ് ഇവരെ എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തും.
എന്നാണ് റൂറൽ SP വ്യക്തമായത്. കൂടുതൽ കൂലി നൽകുന്നത് കൊണ്ടാണ് കേരളത്തിലെത്തിയിരുന്നത് എന്നുകൂടി റൂറൽ SP പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടൊന്നും പരാമർശം റൂറൽ SPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. 27ഓളം ബംഗ്ലാദേശികളാണ് പിടിയിലായത്. ഇവരെല്ലാവരും തന്നെ കള്ള ആധാർ ഉപയോഗിച്ചുകൊണ്ടാണ് അതാണ് ഈ ജോലി സ്ഥലത്ത് നൽകിയിരുന്നത് എന്നുകൂടി പോലീസ് വ്യക്തമാക്കുകയാണ്. ഒരു ഏജന്റുമാരാണ് ഇവരുടെ എത്തിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണം ഏജന്റുമാരിലേക്ക് കൂടി കടക്കും. ഇത് ഒരു സംഘമായിട്ട് അത്തരമൊരു നീക്കത്തിലേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുന്ന കാര്യമാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷണത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ളൊരു തീവ്രവാദ സംഭവങ്ങൾ ബന്ധം ഇതിനകത്തുണ്ട്, അങ്ങനെ ഒരു സംശയം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരാമർശമൊന്നും റൂറൽ SP മാധ്യമങ്ങളോട് നടത്തിയിട്ടില്ല. ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പറവൂർ മുനമ്പത്ത് 27ഓളം ബംഗ്ലാദേശികൾ പിടിയിലായത്. ഭീകരവിരുദ്ധ സ്ക്വാഡ്, എറണാകുളം റൂറൽ പോലീസും ചേർന്നുള്ള പരിശോധനയായിരുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായി ഈ പരിശോധന തുടർന്ന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ 27ഓളം പേരെ പിടികൂടിയത് എന്നാണോ മനസ്സിലാക്കുന്നത്? മറ്റേതെങ്കിലും തരത്തിലുണ്ടോ? വ്യാജരേഖകളാണ് ഉണ്ടാക്കിയിരുന്നത്, വ്യാജ ആധാറാണ് ഉണ്ടാക്കിയിരുന്നത് പറയുമ്പോൾ ജോലിക്കായി മാത്രമാണ് ഇവരിവിടെ എത്തിയത് എന്നുള്ളതാണോ? ഏജന്റുമാരെ കുറിച്ചും എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ? അപർണ, ഇപ്പോൾ റൂറൽ SP വൈഭവ് സക്സേന മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. 27 ബംഗ്ലാദേശികളെയാണ് ഇതിനോടകം പിടികൂടിയിരിക്കുന്നത്. ഇത് മുനമ്പം പറവൂർ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. SP പറയുന്നതനുസരിച്ച് ഇവർ ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു കൂലിയും അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെയും ഒക്കെ വർധനമാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ 300 രൂപയ്ക്കാണ് ദിവസം കിട്ടുന്നതെങ്കിൽ ഇവിടെ 1000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ആ ഒരു സാധ്യത കൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നതെന്നാണ്. പക്ഷെ അത് മാത്രമല്ല, ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൂടി ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലേക്ക് ഈ ബംഗ്ലാദേശികൾക്ക് ഇവിടെ എത്തി തമ്പടിക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഇവർ ഇവിടുന്ന് വ്യാജ ആധാർ, അതായത് ഇന്ത്യയിലെ തന്നെ വ്യാജ ആധാർ കാർഡ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ വ്യാജ ആധാർ നിർമ്മിച്ച് നൽകി കൊടുക്കുന്നുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലും ഇവർക്ക് ബന്ധമുണ്ട്. അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഇവർ പ്രധാനമായും ആളുകൾ ബംഗ്ലാദേശികൾ തമ്പടിക്കുന്നത്. ഇവർക്ക് കൊച്ചിയിൽ തന്നെ ഈ വ്യാജ ആധാർ കാർഡുകൾ, വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടി ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ പെരുമ്പാവൂരിൽ നിന്നും ഒരു തസ്ലീമ എന്നൊരു യുവതിയെ പിടികൂടിയിരുന്നു. ആ യുവതിയിൽ നിന്നാണ് ഇവർ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ ബംഗ്ലാദേശികൾ ഇവിടേക്ക് എത്തിയെന്ന് മനസ്സിലാകുന്നത്. ഈ തസ്ലീമ ബംഗ്ലാദേശിൽ നിന്നും 1 വർഷം മുൻപ് ഇവിടേക്ക് വന്ന ഒരു വ്യക്തിയായിരുന്നു. അവരിൽ നിന്നും നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നത്. 50 പേരെ പിടികൂടിയിരുന്നു. അതിൽ 27 പേരാണ് ബംഗ്ലാദേശിൽ നിന്നും വന്നത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള രേഖകളില്ല. ആധാർ കാർഡ്, ഇവരുടെ കയ്യിലുള്ള ആധാർ കാർഡ് ആയിക്കോട്ടെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുകൂടി മനസ്സിലാക്കുകയും ചെയ്തു. എന്തായാലും ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാകാനാണ് സാധ്യത. അതോടൊപ്പം കൂടുതൽ അറസ്റ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതും പിടികൂടുന്നതും ഒക്കെ തുടരുന്നുണ്ടെന്ന് കൂടി വ്യക്തമാകുന്നു. ഇവരെ ഇനി എന്താണ് ഈ ജയിലിലേക്ക് കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഇവരെ തിരിച്ച് അയക്കുന്ന ഒരു നടപടി കൂടി ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് അത് വരും ദിവസങ്ങളിൽ മനസ്സിലാകാം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക എന്നുകൂടിയാണ് വൈഭവ് സക്സേന വ്യക്തമാക്കിയിരിക്കുന്നത്.